ചെറുകഥാകൃത്ത്, നാടക സിനിമാ രചയിതാവ്, സ്വാതന്ത്ര്യ സമര സേനാനി ഇതെല്ലാമായിരുന്നു മലയാളത്തിൻ്റെ സ്വന്തം ബേപ്പൂർ സുൽത്താൻ എന്ന വൈക്കം മുഹമ്മദ് ബഷീർ. സാധാരണക്കാരൻ കേവലം പാത്തുമ്മയുടെ ആടെന്ന നർമ്മസമ്പന്നമായ കൃതിയിൽ ദർശിക്കുന്ന വൈക്കം മുഹമ്മദ് ബഷീർ തൻ്റെ രചനാ വൈഭവം കൊണ്ട് ജീവിതത്തിൻ്റെ വിവിധ തലങ്ങളിലേക്ക് തൂലിക ചലിപ്പിച്ചിട്ടുണ്ട്. പ്രേമലേഖനം എന്ന ആദ്യകാല കൃതിയിൽ മിശ്രവിവാഹമെന്തെന്ന് കാലങ്ങൾക്ക് മുമ്പേ എഴുതിച്ചേർത്ത് ആകാശമിഠായി എന്ന മാനവികതയുടെ പദം സമ്മാനിച്ചു. ഭൂമിയുടെ യഥാർത്ഥ അവകാശി മനുഷ്യൻ മാത്രമെന്ന മിഥ്യാധാരണ ഭൂമിയുടെ അവകാശികളിലൂടെ തുറന്നു കാട്ടിയപ്പോൾ മനുഷ്യനെ കൂടാതെ മറ്റു ചരാചരങ്ങൾക്കും ഈ ഭൂമിയിൽ തുല്യ അവകാശമുണ്ടെന്ന് സൂചിപ്പിക്കുകയും ഒരു യഥാർത്ഥ തത്വചിന്ത അവിടെ എഴുതി ചേർക്കുകയും ബഷീർ ചെയ്തു. ബാല്യകാല സഖിയിലെ മജീദിൻ്റെ ഒന്നും ഒന്നും ഇമ്മിണി വല്യ ഒന്ന് എന്ന ഉത്തരത്തിൽ കേൾക്കുമ്പോൾ കേവലം മണ്ടത്തരമെന്ന് തോന്നുമെങ്കിലും സമീപത്തെ രണ്ട് ചെറു തോടുകൾ ഒരുമിച്ച് ചേർന്ന് വലിയ തോടായി സംഗമിക്കുന്ന കാഴ്ചയാണ് ഉത്തരത്തിനാധാരമെന്ന തിരിച്ചറിവിൽ യഥാർത്ഥ നിരീക്ഷകനെ നമുക്ക് കാണിച്ചു തരുവാനും ബഷീറിന് സാധിച്ചു. ദൈവത്തിനെന്തിനാ പൊൻകുരിശ് എന്ന തോമയുടെ ചോദ്യവും എക്കാലവും പ്രസക്തമായ എട്ടുകാലി മമ്മൂഞ്ഞുമാരും നമ്മളിൽ സൃഷ്ടിച്ച ഓളം ചെറുതല്ല. ഒട്ടേറെ ജീവിതഗന്ധികളായ കഥാപാത്രങ്ങളെ സൃഷ്ടിക്കാനും അതിലൂടെ സമൂഹത്തിലെ വിശപ്പ്, നിരക്ഷരത, അസൂയ, കുശുമ്പ്, പ്രണയം, വേർപാട് എന്നുവേണ്ട സാധാരണക്കാരൻ്റെ എല്ലാ വികാര വിചാരങ്ങളും തൻ്റെ തൂലികയാൽ പുസ്തകത്താളുകളിലും സിനിമയെന്ന മായാലോകത്തും എത്തിക്കാനായി വൈക്കം മുഹമ്മദ് ബഷീറിന് സാധ്യമായിട്ടുണ്ട്. ഇനി നമുക്ക് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ വ്യക്തിജീവിതത്തെയും എഴുത്തിൻ്റെ ലോകത്തെയും കൂടുതലായി പരിചയപ്പെടാം. 1908 ജാനുവരി 21 വൈക്കം താലൂക്കിലെ തലയോലപ്പറമ്പ് എന്ന ഗ്രാമത്തിൽ ജനിച്ചു. പിതാവ് കായി അബ്ദുറഹിമാൻ, മാതാവ് കുഞ്ഞാത്തുമ്മ. 6 മക്കളിൽ മൂത്ത ആളായിട്ടായിരുന്നു ബഷീറിൻ്റെ ജനനം. അബ്ദുൽ ഖാദർ, പാത്തുമ്മ, ഹനീഫ, ആനുമ്മ, അബൂബക്കർ എന്നിവരായിരുന്നു അദ്ദേഹത്തിൻ്റെ സഹോദരന്മാർ. ഫാത്തിമ ബഷീർ അഥവാ ഫാബി ബഷീർ ആയിരുന്നു ബഷീറിൻ്റെ ഭാര്യ. മക്കൾ ഷാഹിനയും അനീസും. പ്രാഥമിക വിദ്യാഭ്യാസം തലയോലപ്പറമ്പ് മലയാളം പള്ളിക്കൂടത്തിലും തുടർന്ന് വൈക്കം ഇംഗ്ലീഷ് സ്കൂളിലുമായിരുന്നു. രസകരവും സാഹസികത നിറഞ്ഞതുമായിരുന്നു ബഷീറിൻ്റെ ജീവിതവും കുട്ടിക്കാലവും. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഗാന്ധിജിയെ കാണാനായി വീട്ടിൽ നിന്നും ഒളിച്ചോടിയതാണ് ബഷീറിൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവായത്. ഗാന്ധിജിയെ തൊട്ടു എന്ന കാര്യം പിന്നീട് എഴുത്തിലൂടെ അദ്ദേഹം വിവരിച്ചിട്ടുണ്ട്. 1930 കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് ജയിൽവാസം അനുഭവിച്ച ശേഷം ഭഗത് സിംഗിൻ്റെ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടനാവുകയും തീവ്രവാദ
സംഘടന രൂപീകരിച്ച് അതിൻ്റെ മുഖപത്രമായ ഉജ്ജീവനത്തിലൂടെ പ്രഭ എന്ന പേരിൽ തീപ്പൊരി ലേഖനങ്ങൾ എഴുതുകയും വാരിക ബ്രിട്ടീഷുകാർ കണ്ടുകെട്ടുന്നതുവരെ തുടരുകയും ചെയ്തു. പിന്നീട് 9 വർഷങ്ങളോളം അറബി നാടുകളിലും ആഫ്രിക്കയിലും നടത്തിയ ജീവിതയാത്രയിൽ പല ഭാഷകൾ ഗ്രഹിക്കാനും മനുഷ്യജീവിതത്തിലെ എല്ലാ തലങ്ങളും നേരിട്ട് കണ്ട് ബോധ്യപ്പെടുവാനും അദ്ദേഹത്തിനായി. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ നിറഞ്ഞ ജീവിതം തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ സാഹിത്യവും. പത്മനാഭ പൈ പത്രാധിപരായിരുന്ന ജയകേസരിയിൽ പ്രസിദ്ധീകരിച്ച തങ്കം ആണ് അദ്ദേഹം ആദ്യമായി പ്രസിദ്ധീകരിച്ച കഥ. മറ്റൊരു ജോലി തേടി അന്വേഷിച്ചു ചെന്ന ബഷീറിനോട് ജോലി തരുവാനായി ഒന്നും തന്നെയില്ലെന്നും പകരം കഥ എഴുതി തന്നാൽ പ്രതിഫലം തരാമെന്നും പറഞ്ഞു. മറുപടി കേട്ട ബഷീർ ഗത്യന്തരമില്ലാതെ എഴുതിയ കറുത്തിരുണ്ട് വിരൂപയായ നായികയും ചട്ടുകാലും കോങ്കണ്ണും കൂനുമുള്ള യാചകൻ നായകനുമായ കഥയാണ് തങ്കം. ഹാസ്യം കൊണ്ട് വായനക്കാരെ ചിരിപ്പിച്ചും അതോടൊപ്പം തന്നെ കരയിപ്പിക്കുന്ന ജീവിതാനുഭവങ്ങളും അദ്ദേഹത്തിൻ്റെ കൃതികളുടെ പ്രധാന സവിശേഷതകളായിരുന്നു.